കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 62-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി ആത്മാക്കളിലുള്ള തൻ്റെ പ്രവർത്തനത്തിന് ഉപകരണങ്ങളായി സൃഷ്ടികളെ തന്നെയാണ് അവിടുന്ന് സദാ ഉപയോഗിച്ചു വരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുത്രേസ്യ പുണ്യവതി, ദൈവം തൻ്റെ പ്രവർത്തനത്തിന് സൃഷ്ടികളായ മനുഷ്യരെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള നിൻ്റെ ആ വലിയ ഉൾക്കാഴ്ച ഞങ്ങളിപ്പോൾ ധ്യാനിക്കുകയാണ്. ഞങ്ങളിലൂടെ ദൈവം അനേകം ആത്മാക്കളെ നേടുവാനായിട്ട് ഉദ്ദേശിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ പുണ്യവതി, നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ഈശോയിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം